അന്ന് രാവിലെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ ആ കുഞ്ഞു വീട്ടിലുണ്ടാക്കിയത് അപ്പമാണ്. അവൻ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം അപ്പവും മുട്ടക്കറിയും ഒറ്റയിരിപ്പിൽ എത്ര വേണേ കഴിക്കും. രാവിലെ ട്യൂഷനൊക്കെ പോകേണ്ട തിരക്കിൽ കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല. ഇറങ്ങാൻ നേരം അനിയനോട് പറഞ്ഞാണ്, ഡാ അപ്പം മൊത്തം കഴിച്ചേക്കല്ല്, എനിക്ക് വൈകിട്ടത്തേക്ക് വേണം. കൈക്കുഞ്ഞായ കാലം തൊട്ട് പ്രാണന്റെ പ്രാണൻ പോലെ ചേർത്ത് വെച്ച അനിയൻകുട്ടൻ മിഥുനു വേണ്ടി ഒരു പാത്രത്തിൽ അത് മാറ്റിവെച്ചതുമാണ്. അത് കഴിക്കാതെ ബാക്കി വെച്ചാണ്. വീടിനും നാടിനും മനസാക്ഷിയുള്ള മുഴുവൻ മനുഷ്യർക്കും ഉറക്കം ഞെട്ടിക്കുന്ന അവന്റെ മോർച്ചറി തണുപ്പിലെ ഉറക്കം. ആ വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ നന്നായി മനസ്സിലാക്കുന്ന ഒരു പൊന്നുമോനാണ്. പ്രായത്തിൽ കവിഞ്ഞ പക്വത, പഠിക്കാൻ മിടുക്കൻ ചിത്രകാരൻ. വീട് എന്നവർ സ്നേഹത്തോടെ വിളിക്കുന്ന അങ്ങേയറ്റം ദയനീയമായി നിൽക്കുന്ന ആ 4 ഭിത്തിക്കുള്ളിൽ ഒരു ഐസ്ക്രീം പാട്ടയ്ക്കുള്ളിൽ അവനിട്ട് വെച്ചിട്ടുണ്ട് അമ്മൂമ്മയടക്കം വല്ലപ്പോഴുമൊക്കെ കൊടുക്കുന്ന ചില്ലറ തുട്ടുകൾ. കീറിപ്പോയ ചെരുപ്പ് മാറ്റിവാങ്ങാൻ ശേഖരിച്ചതാണ്. അതുകൊണ്ടാണ് സാറന്മാരെ, അധികാരത്തിന്റെ മത്തിൽ ഏതോ സമാന്തര ലോകത്ത് ജീവിക്കുന്ന നേതാക്കന്മാരെ ആ തകരക്കൂടാരത്തിന് പുറത്തേക്ക് മന്ത്രിയുടെ ഭാഷയിൽ വലിഞ്ഞു കയറിയത് കൂട്ടുകാരന്റെ ചെരുപ്പാണെങ്കിലും ആ ചെരുപ്പിന്റെ വില അറിയാവുന്നത് കൊണ്ടാണ്. കോട്ടയത്ത് ഒരു പാവം സ്ത്രീ കോൺക്രീറ്റിന് താഴെ പിടഞ്ഞു മരിച്ചതടക്കം 2 ആഴ്ചക്കിടയിൽ ഒറ്റപ്പെട്ട രണ്ടാമത്തെ സംഭവത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വീഴ്ചകൾ മാത്രമാണ്. ആവർത്തിച്ച് പറയണം, അനാസ്ഥയുടെ ഗവേഷകരെ കൊണ്ടു നിറച്ച് പൂത്തുപൂതലിച്ച പാറ പോലെ ഉറച്ച ഈ മുടിഞ്ഞ സിസ്റ്റം ആ കുരുന്നിനെ കൊന്നുകളഞ്ഞതാണ്. ആർക്കും കുറ്റമില്ല, അധ്യാപകർ കുറ്റമില്ല, സഹപാഠികൾ പറഞ്ഞത് കേൾക്കാതെ വലിഞ്ഞു കയറിയതാണെന്ന് ആ കുഞ്ഞിന് കുറ്റച്ചാർത്തും കൊടുത്ത് താഴെ ഇറങ്ങി ജില്ലയിലെ ഒരു മന്ത്രിയാണ് ഏതോ വക്ക പാട്ടുവിട്ടങ്ങ് ആനന്ദിച്ച് സൂംബാ കളി. എന്റെയും നിങ്ങളുടെയും പണം ഖജാനയിൽ നിന്ന് ലക്ഷങ്ങളെടുത്ത് ചികിത്സയ്ക്ക് ചെലവാക്കിയ ഒരു മന്ത്രി ആ വീടിന് 5 ലക്ഷവും പറഞ്ഞിട്ട് പറയലാണ് അബദ്ധം പറ്റിയത്. 8ാം ക്ലാസ്സുകാരനാണ്, വകുപ്പിന് വൈറ്റ് വാഷ് അടിക്കൽ. കോട്ടയത്തും കണ്ടതുപോലെ തന്നെ ക്യാപ്സ്യൂൾ ഇറക്കാൻ ഇതുപോലെ രാഷ്ട്രീയ പ്രശ്നമാണോ? പരാജയപ്പെട്ട സിസ്റ്റത്തിൽ കൊല്ലപ്പെട്ടൊരു കുഞ്ഞു മരവിച്ച് കിടക്കുമ്പോ എങ്ങനെ വായിൽ വരുന്നടോ ഈ മനുഷ്യവിരുദ്ധ വൃത്തികേടുകളും കെട്ടവാക്കുകളും? ആ വയനാട്ടിലൊരു സാധുവിനെ കടുവ കീറിക്കുന്ന ആ വേദനയിൽ നാട് നിൽക്കുന്ന സമയത്ത് ഫാഷൻ ഷോയിൽ പോയി പടുപാട്ട് പാടുന്ന ഒരു മന്ത്രി. ഇന്നലെ ആ ദാരുണ സംഭവം തൊലിപ്പുറത്ത് പോലും ഏശാതെ അന്തം മറിഞ്ഞ് സൂമ്പ കളിക്കുന്ന മറ്റൊരു മന്ത്രി. വകുപ്പിനെ കാക്കാൻ വാഴക്കാര്യം പറയുന്ന വേറൊരു മന്ത്രി. ആ തേവലക്കരയിലെ ദുരന്തത്തെക്കാൾ ദുരന്തങ്ങളാണ് മന്ത്രിമാരെ നിങ്ങൾ സമസ്താപരാധം പറഞ്ഞ് രാജിവെച്ചിറങ്ങിപ്പോകേണ്ട മഹാദുരന്തങ്ങൾ.